നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് വിർച്വലൈസേഷൻ ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്തുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ക്ലൗഡ് സർവീസ് മോഡൽസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കുള്ളത് വിർച്വലൈസേഷൻ ആണ്. എങ്ങനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് വിർച്വലൈസേഷൻ ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് വിർച്വലൈസേഷൻ ആണുള്ളത് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്? അതായത് എന്തെങ്കിലും ഒരു കാര്യം എന്തു ആവട്ടെ, അതിൻ്റെ ആക്ച്വൽ വേർഷനേക്കാൾ അതിൻ്റെ ഒരു വിർച്വൽ വേർഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതൊരു പക്ഷേ സെർവർ ആവാം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആവാം, അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസ് ആവാം, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവാം, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് റിസോഴ്സ് ആവാം. അപ്പോൾ ഒരു സെർവറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഡിവൈസിൻ്റെയോ എന്തിൻ്റെയും ഒരു വെർച്വൽ വേർഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിർച്വലൈസേഷൻ എന്ന് പറയും. അതല്ല എങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഫിസിക്കൽ ഇൻസ്റ്റൻസ് ആണ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് വേറൊരു രീതിയിലും പറയാം. ഇത് ആക്ച്വലി ഒരു ടെക്നിക്കാണ്. നമുക്കൊരു സിംഗിൾ ഫിസിക്കൽ ഇൻസ്റ്റൻസിനെ, ഒരു റിസോഴ്സിൻ്റെ ഒരു ഫിസിക്കൽ ഇൻസ്റ്റൻസിനെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനെയൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ടൊക്കെ എങ്ങനെ അലോ ചെയ്ത് കൊടുക്കാം, അതിന് വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് ഈ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഒരു ലോജിക്കൽ നെയിം അസൈൻ ചെയ്ത് കൊടുക്കും ഒരു ഫിസിക്കൽ സ്റ്റോറേജിന്. എന്നിട്ട് അതിലേക്ക് ഒരു പോയിൻ്റർ സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും ആ ഫിസിക്കൽ റിസോഴ്സിലേക്ക്. അപ്പോൾ എപ്പോഴൊക്കെയാണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ സമയത്തൊക്കെ ആ പോയിൻ്റർ എന്ത് ചെയ്ത് കൊടുക്കും? സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നെക്സ്റ്റ് ടീം ചോദിക്കുമ്പോൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. ആ ഡിമാൻഡ് ബേസിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സിംഗിൾ ഇൻസ്റ്റൻസിനെ ഒരുപാട് പേരിലേക്ക് യൂസ്ഫുൾ ആക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ വിർച്വൽ മെഷീൻ നമ്മൾ ഏത് മെഷീനിലാണോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ആ മെഷീനെ നമ്മൾ ഹോസ്റ്റ് മെഷീൻ എന്ന് പറയും. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വിർച്വൽ മെഷീനെ നമ്മൾ എന്ത് പറയും? ഗസ്റ്റ് മെഷീൻ എന്നും പറയും. അപ്പോൾ എന്താണ് നമ്മൾ വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞു? ഏതെങ്കിലും ഒരു ആക്ച്വൽ വേർഷൻ്റെ ഒരു വിർച്വലൈസ്ഡ് വേർഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. അത് സെർവർ ആവാം, ഡെസ്ക്ടോപ്പ് ആവാം, സ്റ്റോറേജ് ഡിവൈസ് ആവാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവാം, നെറ്റ്വർക്ക് റിസോഴ്സസ് എക്സെട്ര ഏതും ആവാം. വേറൊരു രീതിയിൽ നമുക്ക് ഈ വിർച്വലൈസേഷനെ പറയാൻ പറ്റും. ഇതൊരു ടെക്നിക്കാണ്. ഒരു ഒറ്റ ഫിസിക്കൽ ഇൻസ്റ്റൻസിനെ നമുക്ക് ഒരുപാട് ഇൻസ്റ്റൻസുകളായിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു ലോജിക്കൽ നെയിം കൊടുക്കും ആ സ്റ്റോറേജിന് അല്ലെങ്കിൽ ആ ഒരു റിസോഴ്സിന്. എന്നിട്ടൊരു പോയിൻ്റർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഡിമാൻഡ് ബേസിൽ അത് ആക്റ്റീവ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് മെഷീനിലാണോ വിർച്വൽ മെഷീൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിനെ ഹോസ്റ്റ് മെഷീനെന്നും ഈ വിർച്വൽ മെഷീനെ നമ്മൾ ഗസ്റ്റ് മെഷീനെന്നും പറയും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് വിർച്വലൈസേഷൻ നോക്കാം. 4 ടൈപ്പാണുള്ളത് മെയിനായിട്ട്. ഒന്ന് ഹാർഡ്വെയർ വിർച്വലൈസേഷൻ, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിർച്വലൈസേഷൻ, സെർവർ വിർച്വലൈസേഷൻ ആൻഡ് സ്റ്റോറേജ് വിർച്വലൈസേഷൻ. അപ്പോൾ ഓരോ ടൈപ്പുകളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ് ഹാർഡ്വെയർ വിർച്വലൈസേഷൻ ആണ്. എന്താണ് ഈ ഹാർഡ്വെയർ വിർച്വലൈസേഷൻ? ഈ വിർച്വൽ മെഷീൻ സോഫ്റ്റ്വെയറിനെയോ അല്ലെങ്കിൽ വിർച്വൽ മെഷീൻ മാനേജറിനെയോ ഡയറക്റ്റ് ആയിട്ടൊരു ഹാർഡ്വെയർ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡ്വെയർ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊസസ്സറിനെ, അതേപോലെ മെമ്മറിനെ, ഹാർഡ്വെയർ റിസോഴ്സസിനെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക, മോണിറ്റർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഹൈപ്പർവൈസറിൻ്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. After virtualization of hardware system, we can install different operating system on it and run different application on those OS. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഹാർഡ്വെയർ വിർച്വലൈസേഷൻ ഇൻസ്റ്റാൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ കഴിയും. അതേപോലെ തന്നെ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാനും കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് നോക്കാം. ഈ ഹാർഡ്വെയർ വിർച്വലൈസേഷൻ മെയിൻലി ചെയ്യുന്നത് സെർവർ പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ടാണ്. കാരണം വിർച്വൽ മെഷീൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഫിസിക്കൽ സെർവറിനെ കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് നമ്മളിവിടെ ഇത്തരം സെർവർ പ്ലാറ്റ്ഫോമിനകത്ത് കൂടുതലും ഹാർഡ്വെയർ വിർച്വലൈസേഷൻ തന്നെ യൂസ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിർച്വലൈസേഷൻ നോക്കാം. ബിഫോർ ദാറ്റ് ഒന്നുകൂടെ നമുക്ക് ഇതെന്താണെന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പോവാം.
വിർച്വൽ മെഷീൻ സോഫ്റ്റ്വെയർ അതേപോലെ തന്നെ വിർച്വൽ മെഷീൻ മാനേജറിനെയൊക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ ഹാർഡ്വെയർ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാർഡ്വെയർ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രൊസസ്സറിനെയും മെമ്മറിനെയും ഹാർഡ്വെയർ റിസോഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുക, മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഈ വിർച്വലൈസേഷന് ശേഷം, അതായത് ഈ ഹാർഡ്വെയർ വിർച്വലൈസേഷന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഈ OSനകത്തേക്കൊക്കെ റൺ ചെയ്യാനും കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ വരുന്നത് യൂസേജാണ്. ഈ ഹാർഡ്വെയർ വിർച്വലൈസേഷൻ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് സെർവർ പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ടാണ്. കാരണം ഫിസിക്കൽ സെർവർ കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഈസിയാണ് വിർച്വൽ മെഷീൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിർച്വലൈസേഷനാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു വിർച്വൽ മെഷീൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിർച്വൽ മെഷീൻ മാനേജർ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഹോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ പിന്നെ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡയറക്റ്റായിട്ട് ഹാർഡ്വെയർ സിസ്റ്റത്തിലേക്ക് ചെയ്യുന്നതിന് പകരമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ചെയ്യുന്നത്. നമ്മൾ ഹാർഡ്വെയർ വിർച്വലൈസേഷൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ നമ്മൾ ഹാർഡ്വെയർ സിസ്റ്റത്തിലാണ് സെറ്റ് ചെയ്തിരുന്നത് എങ്കിൽ ഇവിടെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്കാണ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്താണ് ഇതിൻ്റെ യൂസേജ് വരുന്നത്, സെർവർ വിർച്വലൈസേഷൻ ചെയ്യുന്നത് ഇവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് സെർവർ വിർച്വലൈസേഷനാണ്. കാരണം ഒരു സിംഗിൾ ഫിസിക്കൽ സെർവറിനെ നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്പിൾ സെർവേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ കഴിയും. ഡിമാൻഡ് ബേസിലാണ് നമുക്കിത് സെറ്റ് ചെയ്യാൻ കഴിയുക. മാത്രമല്ല ലോഡ് ബാലൻസ്ഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് യൂസേജ് മനസ്സിലായില്ലേ? നമ്മൾ മെയിനായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് സെർവർ വിർച്വലൈസേഷനിൽ തന്നെയാണ്. കാരണം സിംഗിൾ സെർവറിനെ നമുക്ക് ഒരുപാട് സെർവേഴ്സായിട്ട് ആക്ട് ചെയ്യുന്ന പോലെ കൊണ്ടുവരാൻ കഴിയും. ഡിമാൻഡ് ബേസിസിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ ലോഡ് ബാലൻസ് ചെയ്യാനും കഴിയും. ഇത്രയാണ് ഇതിൻ്റെ യൂസേജായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 2 ടൈപ്പാണ് നമ്മൾ വിർച്വലൈസേഷൻസ് പറഞ്ഞത്. ഒന്ന് ഹാർഡ്വെയർ വിർച്വലൈസേഷനാണ്. ഇതിനകത്ത് വെർച്വൽ മെഷീൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വെർച്വൽ മെഷീൻ മാനേജർ ഡയറക്റ്റായിട്ട് ഹാർഡ്വെയർ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഹാർഡ്വെയർ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിർച്വലൈസേഷൻ്റെ കേസിൽ എന്താണ്, ഈ വെർച്വൽ മെഷീൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വെർച്വൽ മെഷീൻ മാനേജർ ഡയറക്റ്റായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഹാർഡ്വെയർ സിസ്റ്റത്തിലേക്കല്ല. അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 ടൈപ്പ് വിർച്വലൈസേഷനും കൂടി പറയാനുണ്ട്. സെർവർ വിർച്വലൈസേഷനും സ്റ്റോറേജ് വിർച്വലൈസേഷനും. ഇത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.